പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ എല്ലാ ദിവസവും രാവിലെ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ശലോമോൻ രാജാവ് സദൃശ്യവാക്യം എഴുതി അവസാനിപ്പിക്കുന്നതിന് മുൻപ് ആ സദൃശ്യവാക്യത്തിൻ്റെ അവസാന അധ്യായത്തിൽ 31-ാം അധ്യായത്തിൽ ഏറെ പരിചിതമില്ലാത്ത കേട്ടുകേഴ്വിയില്ലാത്ത ആരെന്ന് വേദപണ്ഡിതന്മാർക്ക് പോലും നിശ്ചയമില്ലാത്ത ഒരു രാജാവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ലെമൂവേൽ രാജാവ്. അദ്ദേഹത്തിൻ്റെ അമ്മ ആ രാജാവിന് ഉപദേശിച്ചു കൊടുത്ത കുറച്ച് വചനങ്ങളാണ് സദൃശ്യവാക്യം 31-ാം അധ്യായത്തിൽ ആരംഭം മുതൽ എഴുതിയിരിക്കുന്നത്. ആ വചനങ്ങൾ മുഴുവനും അമ്മമാർക്കും സഹോദരിമാർക്കും പെൺകുഞ്ഞുങ്ങൾക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഭരണാധികാരികൾക്കും നല്ല കുടുംബനാഥന്മാർക്കും ഐശ്വര്യമുള്ളൊരു കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾക്കും മാതാപിതാക്കൾക്കുമൊക്കെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു അധ്യായമാണ്. ശ്രദ്ധ വെച്ച് വായിച്ചാൽ വർഷങ്ങളോളം അത് വായിച്ചാലും അതിൻ്റെ അർത്ഥങ്ങൾ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ കഴിയുകയില്ല. സദൃശ്യവാക്യം 31-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് ഈ പ്രഭാതത്തിൽ അല്പനേരം ദൈവത്തിൻ്റെ ആത്മാവ് ചില സന്ദേശങ്ങൾ നമുക്ക് തരുവാൻ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നു. 31-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് വാങ്ങുന്നു. ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു വീട്ടമ്മയെക്കുറിച്ച്, ഒരു ഭാര്യയെക്കുറിച്ച് പറയുകയാണ്. അവൾ എങ്ങനെയൊക്കെയുള്ളവളായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ളവളാണ്, ഇന്ന യോഗ്യതകൾ ഓരോ വീട്ടമ്മയെക്കുറിച്ചും ഒരു ഭാര്യയെക്കുറിച്ചും ഒരു പുരുഷൻ്റെ എക്സ്പെക്റ്റേഷൻ, മാതാപിതാക്കളുടെ ഒരു പ്രതീക്ഷ, കുഞ്ഞുങ്ങളുടെ ഒരാദരണീയമായ ഒരോർമ്മ, ഇതൊക്കെ സമ്പാദിക്കുവാൻ വേണ്ടി ഒരു സ്ത്രീ രത്നം അവരുടെ ജീവിതത്തിൽ പുലർത്തി വരുന്നതായ ഐശ്വര്യപൂർണമായ ചില പ്രവൃത്തികളെക്കുറിച്ച് അവിടെ വിവരിക്കുന്നുണ്ട്. അതിലേറ്റവും വിശേഷമായ ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വയ്ക്കുന്നു, അവൾ ദൃഷ്ടി വെച്ചത് കൂടാതെ അത് വാങ്ങുന്നു. ആ നിലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അവൾ ദൃഷ്ടി പല നിലങ്ങളും അവൾ കണ്ടിട്ടുണ്ടെങ്കിലും അവളുടെ ദൃഷ്ടിയേറെ അവളെ ആകർഷിച്ച് അവളോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ആ നിലം വാങ്ങിയാൽ ജീവിതകാലം മുഴുവനും ഐശ്വര്യപൂർണമായ ഒരു വരുമാനം അതിൽ നിന്നുണ്ടാകും. ആ നിലത്തിൽ നിന്ന് നല്ലൊരു പേര് സമ്പാദിക്കാം. മറിച്ച് വിൽപ്പാൽ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കായി വെച്ചാൽ ആരും വാങ്ങും, എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവർക്കും താല്പര്യപ്പെടുന്നതായ ഒരു ഐശ്വര്യമുള്ള ഒരു നിലം. അങ്ങനെ ഒരു നിലത്തിന്മേൽ അവൾ ദൃഷ്ടി വെച്ചപ്പോൾ ആ നിലത്തിന് എന്തു വില കൊടുക്കേണ്ടി വരും എന്നുള്ളതല്ല അവൾ ചിന്തിച്ചത്, അത് വാങ്ങുക. അതിനേതറ്റം വരെയും പോയി, എന്തു വിലയും പോയി, അതിരുകളില്ലാത്ത സീമകളില്ലാത്ത ഒരു വില നിർണയം അവിടെ മനസ്സിലുണ്ടായി. അതിനെന്തു വില കൊടുക്കേണ്ടി വന്നിരുന്നാലും ആ നിലത്തെ വാങ്ങണം. ജീവിതത്തിൻ്റെ ഐശ്വര്യപൂർണമായ ഒരു പശ്ചാത്തലത്തെ അവൾ സ്വപ്നം കാണുന്നു. തൻ്റെ ഭർത്താവുമൊത്ത്, കുഞ്ഞുങ്ങളുമൊത്ത്, ദേശക്കാരുമൊത്ത്, സഹോദരങ്ങളുമൊത്ത്, മാതാപിതാക്കളുമൊത്ത് ദേശത്ത് വസിക്കുമ്പോൾ ആ നിലത്തിൻ്റെ ഉടമയെ നാട്ടുകാരെല്ലാവരും അറിയണം. ആ നിലത്തിൻ്റെ ഉടമയെക്കുറിച്ച് നല്ലൊരു പേര് സമ്പാദിക്കണം. അതിലെ കൃഷി അവളുടെ കൈയുടെ വിരുതുകൊണ്ട് അല്ലെങ്കിൽ കൈയുടെ കരുത്തുകൊണ്ട് ധാരാളം മുന്തിരിത്തോട്ടം അതിൽ വിളയിച്ച് വരുമാനമുണ്ടാക്കുന്നു. പട്ടിണിയില്ലാതെ കുടുംബത്തെ പുലർത്തുവാൻ ഒരു വരുമാനം അവൾ ആ നിലത്തിൽ നിന്നും സ്വപ്നം കണ്ടു. അവൾക്ക് മനസ്സിലായി അതിൽ കൃഷി ചെയ്താൽ നല്ലൊരു വരുമാനമുണ്ടാകും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഭൗമികമായ ഒരർത്ഥത്തിൽ കൂടെ അല്ലാതെ ആത്മീകമായ അർത്ഥത്തിലും വളരെയധികം വീക്ഷണങ്ങൾ, കണ്ണുകൾ, ദൃഷ്ടികൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ അങ്ങ് ഉയരത്തിൽ, അങ്ങ് വിദൂരമായി കൊണ്ടുപോകുന്ന ഒരു വേദഭാഗമാണ്. ഒരു നിലത്തിന്മേൽ അവൾ ദൃഷ്ടി വെച്ചത് തന്നെയല്ല, അത് വാങ്ങുന്നു. ഐശ്വര്യപൂർണമായ ഒരു കുടുംബജീവിതം, സ്നേഹസമ്പൂർണമായ ഒരു കുടുംബജീവിതം, പട്ടിണിയും പ്രയാസങ്ങളുമില്ലാതെ
നല്ല പേര് സമ്പാദിച്ചു പോകുന്നതായ ഒരു പ്രശാന്തമായ ജീവിത സൗന്ദര്യം ആ നിലത്തിന്മേൽ അവൾ പ്രതീക്ഷിച്ചു. അതുകൊണ്ട് വാങ്ങുവാൻ അവൾക്ക് താല്പര്യമായി. പല അർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഇത് വിളങ്ങും. പല അർത്ഥത്തിൽ ഈ വചനം നമ്മോട് സംസാരിക്കും. പല സന്ദേശങ്ങൾ ഒരു പ്രസംഗം കൂടാതെ തന്നെ ആ വചനം ദിവസവും നാം ഉരുവിടുകയാണെങ്കിൽ ഓരോ ജീവിതത്തിൻ്റെ പകുതികളിലും നമ്മോട് സംസാരിക്കും. ഒരു സ്ത്രീരത്നത്തോട് മാത്രമല്ല, ആ കുടുംബനാഥനോടും ഒരു ഭരണാധികാരിയോടും ഒരു രാജ്യം ഭരിക്കുന്നവനോടും അല്ലെങ്കിൽ ഒരു ദേശം ഭരിക്കുന്നവനോടും ഒരു തൊഴിൽ ഭരിക്കുന്നവനോടുമൊക്കെ ഇത് ഭാഷകളില്ലാതെ, വാക്കുകളില്ലാതെ, ശബ്ദമില്ലാതെ വലിയ മുഖപ്രസംഗം തന്നെ ജീവിതത്തിൽ കൊണ്ടുവരും. ഏതൊരു കാര്യത്തിന് വേണ്ടിയും മുതിരുമ്പോൾ ഈ വചനം നമ്മുടെ മുൻപിൽ കൊണ്ടുവരികയാണെങ്കിൽ അവൻ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചു. ആ നിലത്തെ അവൻ താല്പര്യപ്പെട്ടു. ആ നിലത്തിന്മേൽ അവനൊരു പ്രതീക്ഷയുണ്ടായി, അവൾക്കൊരു പ്രതീക്ഷയുണ്ടായി. അതിനെ എന്തു വില കൊടുത്തും അത് വാങ്ങണമെന്നുള്ള താല്പര്യമുണ്ടായി. അവൾ അത് വാങ്ങി. ജീവിതത്തിൽ അർത്ഥപൂർണമായ ഒരു ജീവിതം ചെയ്തു തീർക്കുവാൻ കാര്യസിദ്ധി പ്രാപിച്ചത് ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പകുതികളാണ്. നാം പല സ്വപ്നങ്ങളും കാണുന്നവരുണ്ട്, പലത് കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്. നമുക്ക് ആഗ്രഹം ഇന്നത് ചെയ്താൽ കൊള്ളാമായിരുന്നു, ഇന്നത് വാങ്ങിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ നാം പലതും ആഗ്രഹിക്കുകയും മോഹിക്കുകയും ചെയ്തിട്ടും പലതും നമുക്ക് സാധിക്കാതെ പോയതിൽ പശ്ചാത്താപങ്ങളും വൈഷമ്യങ്ങളുമുണ്ട്. എന്നാൽ ഇവിടെ ഒരു രാജാവിനെ കുറിച്ച് പറയുകയാണ്. ആ രാജാവിൻ്റെ അമ്മ അവനൊരു ഉപദേശം കൊടുക്കുകയാണ്. മകനെ, അതായത് സാമർഥ്യമുള്ള ഒരു ഭാര്യയെക്കുറിച്ച്, വിർച്വു ലേഡിയെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായ ഒരു മനസ്സാക്ഷിയോടുകൂടി ജീവിക്കുന്ന ഒരു സ്ത്രീരത്നത്തെക്കുറിച്ച് പല കാര്യങ്ങൾ വർണ്ണിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ആ വർണ്ണനകളും ആ ഭാവനകളും ഒക്കെ ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ ഭംഗിസൂത്രമായ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ചില ക്രിയാത്മകകൾ ചെയ്തു തീർക്കുന്നത്. നാം അതിനുവേണ്ടി ഒരു സബ്മിസീവായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഫലവത്തായ കാര്യങ്ങളെക്കുറിച്ച് ഒരു പ്രതീക്ഷ. തിരുവചനത്തെ വായിക്കുമ്പോൾ, തിരുവചനം ദർശിക്കുമ്പോൾ, ഒരു വചനം കേൾക്കുമ്പോൾ നാം അത് കേൾക്കുക മാത്രമല്ല, അതിൽ വിളയുന്നതായ ഒരു നിലത്തെക്കുറിച്ച് നമ്മുടെ ആത്മാവ് നമ്മളെ ബോധിപ്പിക്കണം. തിരുവചനത്തെ, ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ വായിക്കുന്നില്ലേ? ഏതൊരു വചനവും വായിക്കുമ്പോൾ ആ വചനത്തിൽ നിങ്ങളൊന്ന് ദൃഷ്ടി വെച്ച് നോക്കൂ. അതിൽ കൂടെ പൂത്തുവിരിയുന്നതായ അനേക ഫലങ്ങൾ, ആത്മഫലങ്ങളെ അതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധമാക്കുവാൻ, സംരക്ഷിക്കുവാൻ, പരിശുദ്ധമാക്കുവാൻ, അർത്ഥപൂർണമാക്കുവാൻ, സമ്പന്നമാക്കുവാൻ തക്ക ഏതക്കാലവും ഓർമ്മിക്കത്തക്കതായ അനേക ആത്മീക അനുഗ്രഹങ്ങളും അതിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന അനേക അനുഭവ സമ്പത്തുകൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതിനിടയായിത്തീരും. ആത്മീകമായ വീക്ഷണത്തിൽ കൂടെ തിരുവചനത്തെ നമുക്ക് ധ്യാനിക്കാൻ കഴിയുമ്പോൾ ആ ധ്യാനം നമ്മുടെ ഭൗമിക ജീവിതത്തിൻ്റെ അർത്ഥവത്തായ ചില ദിശകളിലേക്ക് ഇറങ്ങി വന്ന് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ, വാങ്ങേണ്ടതും വാങ്ങരുതാത്തതുമായ അനേക ദിശകളെ നമുക്ക് ദൃഷ്ടാന്തമായി കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അഡ്മിനിസ്ട്രേഷൻ പുലർത്തുന്ന ഒരു സ്വഭാവമായി അത് നമ്മിൽ രൂപം കൊള്ളുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്കൊന്ന് ഉയർത്താം. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു കാര്യത്തിൽ ദൃഷ്ടി വയ്ക്കുമ്പോൾ നല്ലതെന്ന് കാണുന്നതിനെ, നല്ലതും ശ്രേഷ്ഠവുമായതിന്മേൽ ദൃഷ്ടി വയ്ക്കുക. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്കത് വാങ്ങുവാൻ, അങ്ങനെ ആയിത്തീരുവാൻ, അതിൻ്റെ ഉടമയാകുവാൻ, അതിൽ അധ്വാനിക്കുവാൻ, അതിൻ്റെ ഫലം എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ, എൻ്റെ മിത്രങ്ങൾ അനുഭവിക്കുവാൻ, എൻ്റെ ദേശം അനുഭവിക്കുവാൻ, എൻ്റെ മാതാപിതാക്കൾ അനുഭവിക്കുവാൻ അനുവദിക്കണം. അതെനിക്ക് സ്വന്തമാക്കണം. എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ പ്രതീക്ഷയാണ്, എനിക്കുള്ളതായ ദൈവസന്നിധിയിലുള്ളതായ ഒരു ആവശ്യമാണ്. അങ്ങനെ നിൻ്റെ ജീവിതത്തിൽ ആകാംക്ഷപൂർണമായ ഒരു ജീവിതവും സമർപ്പണവും, അതിന്മേൽ അങ്ങനെ ഒരു താല്പര്യം ജീവിതചര്യകളിൽ നാം സ്വാഭാവികമാക്കുമ്പോൾ അതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തെളിഞ്ഞു വരുന്നത് കാണും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ, ഏറെ നാൾ കഴിയുമ്പോൾ അത് തിരികെ വരും എന്ന് സലോമോൻ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നാം മുൻകൂട്ടി കണ്ടുകൊണ്ട്, ദൃഷ്ടി വെച്ചുകൊണ്ട്, അതിൽ കൂടെ ഉണ്ടാകാവുന്നതായ നല്ല നല്ല ഫലങ്ങളെക്കുറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ കണക്കുകൾ കൂട്ടി അതിനുവേണ്ടി ദാഹിച്ചോടുന്നതായ ഒരോട്ടം, നല്ലതിനു വേണ്ടി ഓടുന്നതായ ഒരോട്ടം, ഓട്ടക്കാരനെ പോലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ആ സൗഭാഗ്യത്തെ ഓർത്തുകൊണ്ട് ഞാൻ സകലതും വെറുത്തും കൊണ്ട് അതിനുവേണ്ടി ഓടുന്നു.
ലഭിച്ചു എന്നോ അല്ലെങ്കിൽ കൈ കിട്ടിയോ എന്നുള്ളതല്ല. ഒന്നിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വിചാരിച്ചും കൊണ്ട് ഓരോ ദിവസം തോറും എന്നെ തന്നെ ആ ഉദ്ദേശത്തിന് വേണ്ടി, ആഗ്രഹത്തിന് വേണ്ടി സമർപ്പിച്ചു കൊണ്ടുള്ളതായ ഒരു ദൗത്യം, ഒരു ജീവിതം, അതിൽ ഫലം ദൈവമാണ് തരുന്നത്. പരിശുദ്ധാത്മാവാണ് അങ്ങനെയുള്ള ഒരു ജീവിതങ്ങളെ നയിക്കുന്നത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, ഔദ്യോഗികമായ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ എപ്പോഴും പ്രചോദനവും ഐശ്വര്യവും നല്ല നല്ല ഉദ്ദേശങ്ങളും നല്ല നല്ല ആലോചനകളും നല്ല നല്ല ഉപദേശങ്ങളും നിങ്ങൾക്ക് തന്ന് ആത്മീക ചൈതന്യത്തോടു കൂടി വഴി നടക്കുവാൻ സഹായിക്കുന്ന ഈ വചനം. സദൃശവാക്യം 31 അധ്യായത്തിൻ്റെ 16 വാക്യം. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ചു, അവൾ അത് വാങ്ങുവാൻ ദൈവം അവൾക്ക് കൃപ കൊടുക്കുന്നു. അതിനുടമയായി തീരുവാൻ ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.